നാളെ മാർഗശീർഷം. വ്യാഴാഴ്ച ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് പിന്നിൽ ഈ ഇല വെച്ചാൽ മതി, ധനം പ്രളയം പോലെ ഒഴുകിയെത്തും. കഷ്ടപ്പാടുകൾ മാറും, പ്രശ്നങ്ങൾ മാറും. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. മാർഗശീർഷ് മാസം എന്നാൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു സ്വരൂപമാണ്. അങ്ങനെയുള്ള പവിത്രമായ മാസത്തിൽ വരുന്ന വ്യാഴാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാളെ മാർഗശീർഷ് വ്യാഴാഴ്ച. ഈ ദിവസം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രധാനമായും ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് പിന്നിൽ ഈ ഒരൊറ്റ ഇല വെച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ ധനം പ്രളയം പോലെ ഒഴുകിയെത്തും. ലഭിക്കും. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. മാർഗശീർഷ് വ്യാഴാഴ്ച ദിവസം ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് പിന്നിൽ ഏത് ഇലയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതിനു മുമ്പ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്ക് കാരണം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ആത്മാർത്ഥമായി ജയ് ലക്ഷ്മി മാതാ എന്ന് കമന്റ് ചെയ്യുക. സാക്ഷാൽ ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ലഭിക്കും. ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഹിന്ദുധർമ്മത്തിൽ കാർത്തിക മാസം എത്ര പവിത്രമാണോ, മാർഗശീർഷ് മാസവും അത്ര തന്നെ വിശിഷ്ടമാണ്. മാസാനാം മാർഗശീർഷോഹം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ സ്വയം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മാസത്തിനുള്ള ശക്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെയ്യാം. വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണിത്. അതുകൊണ്ടാണ് ഈ മാസത്തിലെ ഓരോ വ്യാഴാഴ്ചയും ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസമായി കണക്കാക്കുന്നത്. മാർഗശീർഷ് വ്യാഴാഴ്ചകളെ ലക്ഷ്മി വാരാങ്ങൾ എന്ന് പറയുന്നു. മാർഗശീർഷ് വ്യാഴാഴ്ചകൾ ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ്. ലക്ഷ്മിദേവി എന്നാൽ കേവലം പണം മാത്രമല്ല, അഷ്ടൈശ്വര്യങ്ങൾക്കും ശാന്തതയ്ക്കും ആനന്ദത്തിനും പ്രതീകമാണ്. നമ്മുടെ വീട്ടിൽ എത്ര സമ്പത്തുണ്ടായിട്ടും മനസ്സമാധാനം ഇല്ലെങ്കിൽ ആ സമ്പത്ത് വെറുതെയാണല്ലോ. അതുകൊണ്ട് ഈ മാർഗശീർഷ് വ്യാഴാഴ്ച ലക്ഷ്മി സമേതനായ നാരായണനെ പൂജിക്കുന്നത് വഴി ലക്ഷ്മി കടാക്ഷത്തോടൊപ്പം നാരായണന്റെ സംരക്ഷണവും നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം ഗോധൂളി സമയത്ത് ദീപാരാധന ചെയ്യുന്നത് വഴി സകല ദാരിദ്ര്യങ്ങളും നീങ്ങും. എന്നാൽ ഈ പവിത്രമായ മാർഗശീർഷ് വ്യാഴാഴ്ച ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പലർക്കും അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ കാരണം ലക്ഷ്മിദേവിക്ക് കോപം വരാം. ഒന്നാമതായി, ഇന്ന് ആരും വൈകി ഉറങ്ങരുത്. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് വീട് വൃത്തിയാക്കണം. ലക്ഷ്മിദേവി എപ്പോഴും വൃത്തിയുള്ള വീട്ടിൽ മാത്രമേ പ്രവേശിക്കൂ. ചിലന്തിവല പിടിച്ച ഭിത്തികളും അലങ്കോലമായ സാധനങ്ങളും വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളും ഉള്ളിടത്ത് ദാരിദ്ര്യം താണ്ഡവമാടും. ലക്ഷ്മിദേവി അവിടെ നിൽക്കില്ല. അതുപോലെ ഈ വ്യാഴാഴ്ച ഒരു കാരണവശാലും മാംസാഹാരം കഴിക്കരുത്. മദ്യം സേവിക്കരുത്. ഇത് ദൈവത്തിന് പ്രിയപ്പെട്ട ദിവസമായതുകൊണ്ട് സാത്വിക ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, ഇന്ന് ആർക്കും കയ്യിൽ നിന്ന് പണമായി കടം കൊടുക്കരുത്. അതുപോലെ ആരുടെ അടുത്തു നിന്നും കടം വാങ്ങരുത്. വ്യാഴാഴ്ച ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ലക്ഷ്മിദേവിയെ മറ്റൊരാൾക്ക് നൽകിയാൽ ആ പണം തിരികെ വരില്ല, ബുദ്ധിമുട്ടാകും. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള ഐശ്വര്യവും കുറഞ്ഞു പോകും എന്ന് മുതിർന്നവർ പറയാറുണ്ട്. അതുപോലെ സ്ത്രീകൾ ഈ ദിവസം മുടി അഴിച്ചിട്ട് നടക്കരുത്. വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത്. വൈകുന്നേരം ദീപം കൊളുത്തുന്ന സമയത്ത് വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ ഉച്ചത്തിൽ അലറുകയോ കരയുകയോ ചെയ്യുന്നത് അരുത്. ശാന്തമായ അന്തരീക്ഷം എവിടെയാണോ ഉള്ളത് അവിടെ സമ്പത്ത് ഉണ്ടാകും. ഈ ചെറിയ നിയമങ്ങൾ പാലിച്ച് ദേവിയെ ഭക്തിയോടെ ആരാധിച്ചാൽ തീർച്ചയായും നല്ല ഫലങ്ങൾ ഉണ്ടാകും.
ഇനി പ്രധാന കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ പണമൊന്നും ബാക്കിയാകുന്നില്ല. വന്ന പണം വന്നതുപോലെ ചെലവായി പോകുന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ എന്തോ അറിയാത്ത ദുഃഖം, നരദൃഷ്ടി ഉണ്ടെന്ന് വിഷമിക്കുന്നവർ. ഈ മാർഗശീർഷ് വ്യാഴാഴ്ച ഒരു അത്ഭുതകരമായ പരിഹാരം ചെയ്യണം. ഇതിനായി നമുക്ക് വലിയ ചെലവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരില നമ്മുടെ വിധി മാറ്റിയെഴുതും. അത് എരുക്കിൻ ഇലയാണ്. സാധാരണയായി എരുക്കിൻ ഇല ഗണപതിക്കോ ശിവനോ ആണ് ഉപയോഗിക്കുന്നത്. ലക്ഷ്മിദേവിക്ക് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ എരുക്കിൻ ഇലയ്ക്ക് ആകർഷണ ശക്തിയോടൊപ്പം പ്രതികൂല ശക്തികളെയും, അതായത് നെഗറ്റീവ് എനർജിയെയും വലിച്ചെടുക്കാനുള്ള ശക്തി വളരെ കൂടുതലുണ്ട്. സൂര്യഭഗവാൻ പ്രിയപ്പെട്ട ഈ എരുക്കിൻ ഇലയിൽ സാക്ഷാൽ ഗണപതി തത്വമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വരുന്നുണ്ടോ അവയെ നീക്കം ചെയ്യാൻ ഈ ഇല ഒരു അത്ഭുതകരമായ ഉപകരണമായി പ്രവർത്തിക്കും. ഈ പരിഹാരം എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധയോടെ കേൾക്കുക. നാളെ രാവിലെ കുളിച്ച ശേഷം എവിടെയെങ്കിലും വെള്ള എരുക്ക് ചെടിയുടെയോ സാധാരണ എരുക്ക് ചെടിയുടെയോ അടുത്ത് പോയി ചെടിയെ നമസ്കരിച്ച് ഒരു നല്ല ഇല പറിച്ചെടുക്കുക. ഇല എവിടെയും കീറിയിരിക്കരുത്. ദ്വാരങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ആ ഇല വെള്ളത്തിൽ നന്നായി കഴുകണം. അതിനുശേഷം മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് ഒരു തവണ തളിച്ച് ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം. ഇപ്പോൾ ഈ ഇലയിൽ നിങ്ങളുടെ മനസ്സിലുള്ള ശക്തമായ ആഗ്രഹം എഴുതണം. ഇതിനായി നിങ്ങൾക്ക് ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം വെള്ളത്തിൽ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മോതിരവിരൽ കൊണ്ടോ ഇലയിൽ എഴുതാം. അല്ലെങ്കിൽ ചുവന്ന നിറമുള്ള പേന സ്കെച്ചും ഉപയോഗിക്കാം. എന്നാൽ സ്വാഭാവികമായ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, എന്റെ കടങ്ങൾ തീരണം, ബിസിനസ് നന്നായി നടക്കണം, അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാകണം എന്ന് വ്യക്തമായും ചെറുതായും എഴുതുക. ഇങ്ങനെ ആഗ്രഹം എഴുതിയ ശേഷം ആ എരുക്കിന്റെ ഇലയുടെ നടുവിൽ 3 വസ്തുക്കൾ വെക്കണം. അവ എന്തെന്നാൽ ഒരു ഗ്രാമ്പൂ, ഒരു ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കർപ്പൂരം. ഈ 3നും ജ്യോതിശാസ്ത്രത്തിൽ ധനത്തെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രാമ്പൂ പ്രതികൂല ശക്തികളെ നശിപ്പിക്കുന്നു. ഏലയ്ക്ക ലക്ഷ്മീദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധദ്രവ്യമാണ്. ഇത് ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം നൽകുന്നു. ശുക്രൻ ശക്തനാണെങ്കിൽ മാത്രമേ നമുക്ക് ആഡംബര ജീവിതവും പണവും സമ്പത്തും ലഭിക്കൂ. ഇനി കർപ്പൂരം നമ്മുടെ വീട്ടിലുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ 3 എണ്ണവും ആ ഇലയുടെ നടുവിൽ വെച്ച ഇല സാവധാനം മടക്കണം. ഇല പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടെ മടക്കി വേണമെങ്കിൽ അതിന് ഒരു നൂൽ ചുറ്റുകയോ പിൻ ചെയ്യുകയോ ചെയ്യാം. പക്ഷേ നൂൽ ചുറ്റുന്നതാണ് ഉത്തമം. ഇപ്പോൾ ഈ തയ്യാറാക്കിയ എരുക്കിൻ ഇലയുടെ കെട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ ഉള്ള ലക്ഷ്മീദേവിയുടെ ചിത്രത്തിന് പിന്നിൽ ആർക്കും കാണാത്ത രീതിയിൽ വെക്കണം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന പരിഹാരം രഹസ്യമായിരുന്നാൽ മാത്രമേ അതിന് ശക്തി കൂടുതൽ ഉണ്ടാകൂ. ലക്ഷ്മീദേവിയുടെ ചിത്രത്തിന് പിന്നിലോ പടത്തിന് പിന്നിലോ ഈ ഇല വെച്ച് മനസ്സുരുകി ദേവിയോട് പ്രാർത്ഥിക്കണം. അമ്മേ, എന്റെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നുപോകാൻ നോക്കണേ, എന്റെ വീട് ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സാധാരണ പോലെ നിങ്ങളുടെ പൂജ പൂർത്തിയാക്കുക. ദീപം കൊളുത്തി ദേവിക്ക് പാൽ അല്ലെങ്കിൽ പായസം നിവേദ്യമായി സമർപ്പിക്കുക. ഇങ്ങനെ ചിത്രത്തിന് പിന്നിൽ വെച്ച ഈ ഇല എപ്പോഴാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ കൃത്യം 7 ദിവസത്തിന് ശേഷം എടുക്കണം. അതായത് ഈ വ്യാഴാഴ്ച വെച്ചാൽ വീണ്ടും അടുത്ത വ്യാഴാഴ്ച കുളിച്ചതിന് ശേഷം. ആ പഴയ ഇലയെടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴുകുന്ന വെള്ളത്തിലോ ഇടുക. ഒഴുകുന്ന വെള്ളത്തിൽ ഇടുന്നത് വളരെ ഉത്തമമായ രീതിയാണ്. നമ്മുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ആ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകണമെന്ന നമ്മുടെ ആഗ്രഹം ആ ഒഴുക്കുപോലെ നിരന്തരം നിറവേറണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഒരുപക്ഷേ നിങ്ങൾക്ക് നദിയോ
കനാലോ ലഭ്യമല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ, തുളസി ചെടിയല്ലാതെ മറ്റേതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ മണ്ണെടുത്ത് അവിടെ കുഴിച്ചിടാം. എന്നാൽ ഡസ്റ്റ്ബിനിൽ ഒരു കാരണവശാലും ഇടരുത്. ഇത് വളരെ ശക്തമായ താന്ത്രിക പരിഹാരമാണ്. വിശ്വാസത്തോടെ ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കും. എരുക്കിന്റെ ഇലയ്ക്കുള്ള പ്രത്യേകതയും ആ സുഗന്ധ ദ്രവ്യങ്ങൾക്കുള്ള ആകർഷണ ശക്തിയും ചേർന്ന് നിങ്ങളുടെ സങ്കല്പത്തെ ശക്തമായി പ്രപഞ്ചത്തിലേക്ക് അയക്കും. ഇത് ഒരു തവണ മാത്രം ചെയ്ത് ഉപേക്ഷിക്കാതെ മാർഗശീർഷ് മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും, അല്ലെങ്കിൽ കുറഞ്ഞത് 2 വ്യാഴാഴ്ചകളിലെങ്കിലും ചെയ്തു നോക്കൂ. 7 ദിവസം ആ ഇലയുടെ ചിത്രം പിന്നിൽ ഉള്ളപ്പോൾ അത് ഒരു കാന്തം പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജ്ജത്തെയും അവസരങ്ങളെയും ആകർഷിക്കും. കാലങ്ങളായി വഴങ്ങാത്ത കടങ്ങൾ തിരികെ ലഭിക്കും. ജോലിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറും. അനാവശ്യ ചെലവുകൾ കുറയുകയും കയ്യിൽ പണം നിൽക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, പരിഹാരം എത്ര പ്രധാനമാണോ അത്രയും തന്നെ നമ്മുടെ പെരുമാറ്റവും പ്രധാനമാണ്. ഈ 7 ദിവസവും വീട്ടിൽ സമാധാനപരമായിരിക്കണം. ലക്ഷ്മി ദേവിയുടെ നാമജപം ചെയ്യണം. കഴിയുന്നത്രയും എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് ശീലമാക്കണം. നമ്മൾ എത്ര ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ചെറിയ കാര്യം ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. മാർഗശീർഷം മാസം വിഷ്ണുമയമാണ്. വ്യാഴാഴ്ച ഗുരുവും ലക്ഷ്മിയുടെ രൂപവുമാണ്. ഈ രണ്ടും ചേരുന്ന ദിവസം ചെയ്യുന്ന ഒരു ചെറിയ പൂജ പോലും പാഴാകില്ല. അതിനാൽ നാളെ മാർഗശീർഷ് വ്യാഴാഴ്ച ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി ഈ എരുക്കിന്റെ ഇലയുടെ പരിഹാരം അനുഷ്ഠിച്ച് ലക്ഷ്മീദേവിയുടെ കൃപയ്ക്ക് പാത്രമാകൂ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർന്ന് ധനം വെള്ളപ്പൊക്കം പോലെ ഒഴുകിയെത്തും. അതുകൊണ്ട് നിങ്ങളും ഈ മാർഗശീർഷ് വ്യാഴാഴ്ച ഈ ചെറിയ പരിഹാരം ചെയ്ത് ശുഭ ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കൂ. പണ്ട് കലിംഗ ദേശത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുശീല എന്നൊരു മകൾ ഉണ്ടായിരുന്നു. അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതുകൊണ്ട് അവളുടെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. അവളുടെ അമ്മായിയുടെ കുട്ടികളെ എടുക്കാൻ പറഞ്ഞ് സുശീലയ്ക്ക് കുറച്ച് ശർക്കര നൽകി. സുശീല അവളുടെ 2ാനമ്മയുടെ കുട്ടികളുമായി കളിക്കുമ്പോൾ അവളുടെ 2ാനമ്മയായ മാരൂട്ടമ്മ മാർഗശിര ലക്ഷ്മി പൂജ ചെയ്യുന്നത് കണ്ടു. അവളും മണ്ണുകൊണ്ട് മഹാലക്ഷ്മിയെ ഉണ്ടാക്കി ജില്ലയിടും പൂക്കളും ഇലകളും കൊണ്ട് പൂജ ചെയ്തു കളിക്കാൻ നൽകിയ ശർക്കര നൈവേദ്യമായി സമർപ്പിച്ചു. ഇങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ സുശീല വലുതായി. സുശീലയുടെ വിവാഹം കഴിഞ്ഞു. ഭർതൃവീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഉണ്ടാക്കിയ ലക്ഷ്മിദേവിയുടെ മൺപ്രതിമയും കൊണ്ടുപോയി സുശീല. അതോടെ ലക്ഷ്മിയും സുശീലയോടൊപ്പം പോയി. ഇങ്ങനെ പോയ ഉടൻ തന്നെ അവളുടെ മാതാപിതാക്കൾ ദരിദ്രരായി. സുശീലയുടെ വീട്ടിൽ മാത്രം വലിയ ഐശ്വര്യം അനുഭവിക്കുകയായിരുന്നു. സ്വന്തം വീട്ടുകാർ വളരെ ദരിദ്രരായെന്ന് അറിഞ്ഞപ്പോൾ സുശീലയ്ക്ക് വളരെ വിഷമമായി. അമ്മയുടെ ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ മകനെ വിളിച്ച്, മകനെ, നീ എന്റെ സഹോദരിയുടെ വീട്ടിൽ പോയി കുറച്ച് പണം കൊണ്ടുവരാൻ പറഞ്ഞ് അയച്ചു. സുശീലയുടെ വീട്ടിൽ സഹോദരൻ പോയി അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. സ്വന്തം വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കിയ സുശീല ഒരു വടി തുറന്ന് അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് അവൻ കൊടുത്തു. ആ കുട്ടി വടിയും പിടിച്ചു പോകുമ്പോൾ വഴിയിൽ വടി ഉപേക്ഷിച്ചു പോയി. ആ വടി ആരോ എടുത്തുകൊണ്ടുപോയി. വീട്ടിലെത്തിയ മകനോട് അമ്മ, മകനെ, നീ എന്തു കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ദാരിദ്ര്യം ഇത്രയേ ഉള്ളൂ എന്ന് അവർ കരുതി. കുറച്ചുകാലം കഴിഞ്ഞ് സുശീല സഹോദരന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവരുടെ ദാരിദ്ര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു ജോഡി ചെരുപ്പുകൾ വരുത്തിച്ച് അതിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് തുന്നിച്ച് അതിന് തുണി ചുറ്റി സഹോദരൻ കൊടുത്ത് അത് കൊണ്ടുപോയി അച്ഛൻ കൊടുക്കാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ആ കുട്ടി ചെരുപ്പുകൾ കെട്ടി കൊണ്ടുപോവുകയായിരുന്നു. വഴിമധ്യേ ദാഹം തോന്നി ഒരു കുളക്കരയിൽ കെട്ടിവെച്ച് വെള്ളം കുടിച്ചു വരുമ്പോഴേക്കും അവ ആരോ എടുത്തുകൊണ്ടുപോയിരുന്നു. നടന്ന സംഭവം അമ്മയോട് കുട്ടി പറഞ്ഞു.
നടന്നത് മനസ്സിലാക്കിയ അമ്മ, ദാരിദ്ര്യം നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് ദുഃഖിച്ചു. മറ്റൊരിക്കൽ കുറച്ചുകാലം കഴിഞ്ഞ് മകനെ അയച്ചപ്പോൾ ഇത്തവണയെങ്കിലും അവൾ നൽകിയത് ശ്രദ്ധയോടെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നീട് സഹോദരൻ സുശീലയുടെ അടുത്തേക്ക് പോയി സഹോദരിയുടെ അവസ്ഥ പഴയതുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുശീല ഒരു മത്തങ്ങ വരുത്തി അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് ആ മത്തങ്ങ അമ്മയ്ക്ക് നൽകാൻ പറഞ്ഞു കൊടുത്തു. ശരി എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ആ കുട്ടി സന്ധ്യാസമയത്ത് ഒരു കുളത്തിനടുത്തെത്തി. മത്തങ്ങക്കരയിൽ വെച്ച് സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും ഒരു വഴിയാത്രക്കാരൻ വന്ന് മത്തങ്ങ നല്ലതാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി. ആ കുട്ടി കരയിലേക്ക് വന്ന് പഴം തിരഞ്ഞപ്പോൾ പഴം കണ്ടില്ല. ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലേക്ക് പോയി. അമ്മ എന്തുകൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ സംഭവിച്ചത് പറഞ്ഞു. അമ്മ ദുഃഖിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് മകളുടെ അടുത്തേക്ക് പോയി. അമ്മയെ കണ്ടപ്പോൾ സുശീല അവരുടെ ദാരിദ്ര്യം മനസ്സിലാക്കി ദുഃഖിക്കുകയും മാർഗശീർഷ ലക്ഷ്മി വാരം വരാനിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ആ മാർഗശീർഷ ലക്ഷ്മി വാര വ്രതം നോറ്റാൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞു. മാർഗശീർഷ ലക്ഷ്മി വാരം വന്നു. അപ്പോൾ സുശീല അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് മാർഗശീർഷ ലക്ഷ്മി വാരമാണ്. വായിൽ ഒന്നും ഇടരുത്. നമ്മൾ വ്രതം അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞു. അതിന് ആ അമ്മയും അതുപോലെ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ, എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പഴങ്കഞ്ഞി കലർത്തി വായിൽ ഒരു ഉരുള വെച്ചു. പിന്നീട് മകൾ വന്ന് അമ്മേ കുളിക്കൂ, വ്രതം എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സംഭവിച്ചത് പറഞ്ഞു. അതോടെ ആ ആഴ്ച മകൾ മാത്രം മാർഗശിര ലക്ഷ്മി വാരവ്രതം എടുത്തു. അതിനുശേഷം രണ്ടാമത്തെ മാർഗശിര ലക്ഷ്മി വാരം വന്നു. അപ്പോൾ മകൾ അമ്മയോട്, അമ്മേ, രണ്ടാമത്തെ ആഴ്ച വ്രതം എടുക്കാം എന്ന് പറഞ്ഞു. അമ്മയും സമ്മതിച്ചു. പക്ഷേ കുട്ടികൾക്ക് തലയിൽ എണ്ണ തേക്കുമ്പോൾ താനും തേച്ചു. അമ്മ, മാർഗശിര ലക്ഷ്മി വാര വ്രതം എടുക്കുന്നവർ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല എന്നതാണ് നിയമം. അതോടെ അമ്മയ്ക്ക് ആ ആഴ്ചയും വ്രതം എടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ആഴ്ച, അതായത് അടുത്ത മാർഗശിര ലക്ഷ്മി വാരം, സുശീല അമ്മയോട്, അമ്മേ, ഈ ആഴ്ചയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചു. പക്ഷേ കുട്ടികൾക്ക് തല ചീകുമ്പോൾ താനും ചീകി. മാർഗശിര ലക്ഷ്മി വാരവ്രതം എടുക്കുന്നവർ തല ചീകാൻ പാടില്ല എന്നതാണ് നിയമം. അതുകൊണ്ട് ആ ആഴ്ചയും അമ്മയ്ക്ക് വ്രതം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. മകൾ മാത്രമാണ് അത് ചെയ്തത്. നാലാമത്തെ മാർഗശീർഷ ലക്ഷ്മി വാരം വന്നു. അപ്പോൾ സുശീല ഇത്തവണയെങ്കിലും ശ്രദ്ധിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ ഒരു കുഴിയിൽ ഇരുത്തി. ജോലി കഴിഞ്ഞപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കുളിച്ച് പൂജ ചെയ്യാമെന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കുട്ടികൾ വാഴപ്പഴം കഴിച്ച് ഞാൻ ഇരുന്ന സ്ഥലത്ത് വാഴത്തൊലി ഇട്ടു. ഞാൻ ഒന്നും തോന്നാതെ അത് കഴിച്ചു എന്ന്. അയ്യോ എന്ന് വിചാരിച്ച് മകൾ പൂജ ചെയ്തു. അഞ്ചാമത്തെ ആഴ്ച മാർഗശീർഷ ലക്ഷ്മി വാരം അവസാനത്തെ ആഴ്ച വന്നു. അപ്പോൾ സുശീല അമ്മയെ തന്റെ മുന്താണിയോട് ചേർത്ത് കെട്ടി ജോലി പൂർത്തിയാക്കി. അമ്മയെ കുളിപ്പിച്ച് വ്രതം അനുഷ്ഠിപ്പിച്ചു. പൂർണ്ണങ്ങളും കുടുംബങ്ങളും അമ്മയെക്കൊണ്ട് നിവേദ്യം വെപ്പിച്ചു. പക്ഷേ മഹാലക്ഷ്മി സുശീല വെച്ച പൂർണ്ണവും കുടുംബങ്ങളും സ്വീകരിച്ചു. അമ്മ വെച്ച പൂർണ്ണവും കുടുംബങ്ങളും സ്വീകരിക്കാതെ ദൂരെ പോയി. അപ്പോൾ സുശീല ലക്ഷ്മിദേവിയോട്, എന്താ അമ്മേ അങ്ങനെ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ലക്ഷ്മിദേവി സുശീലയോട്, നിന്റെ കുട്ടിക്കാലത്ത് നീ കളിപ്പാട്ടങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അമ്മ നിന്നെ ചൂലുകൊണ്ട് അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സുശീല തന്റെ അമ്മ ചെയ്തതിനെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ലക്ഷ്മിദേവി വീണ്ടും നിന്റെ അമ്മയെക്കൊണ്ട് വ്രതം ചെയ്യിപ്പിക്കാൻ പറഞ്ഞ് അപ്രത്യക്ഷയായി. ശരി എന്ന് പറഞ്ഞ് ആദ്യത്തെ ആഴ്ച പുലകം, രണ്ടാമത്തെ ആഴ്ച അട തിമ്മനം, മൂന്നാമത്തെ ആഴ്ച അപ്പം പരമന്നം, നാലാമത്തെ ആഴ്ച ചിത്രന്നം ഗാരലു,
പുഷ്യമാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ പൂർണ്ണം. കുടുമുകൾ എന്നിവ വിളമ്പി അമ്മയെക്കൊണ്ട് നോമ്പ് നോയിപ്പിച്ചു. സുശീലവ്രത അക്ഷിതങ്ങൾ തലയിൽ ഇട്ടു. അന്നുമുതൽ അമ്മയ്ക്ക് സകല സമ്പത്തുകളും ഉണ്ടായി. ഒടുവിൽ വിഷ്ണു ലോകത്തിലേക്ക് പോയി. അതുകൊണ്ട് ആ ലക്ഷ്മിദേവിയെ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് വൈകിയാണെങ്കിലും സമ്പത്തുകൾ തീർച്ചയായും ലഭിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.